പറ്റി? കുഴപ്പമില്ല മമ്മി, ഞാൻ ചെല്ലട്ടെ. നിക്കുമോളെ, കാല് വെള്ളം ഒഴിച്ചൊന്ന് തടവിയിട്ട് പോ. സാരില്ല മമ്മി, ടൈമായി, ബസ് മിസ്സാവും. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പോ, ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട മമ്മി, ഞാൻ പോയിട്ട് വരാം. മോളെ, ശകുനം ശരിയല്ലല്ലോ. എന്റെ പൊന്നു മമ്മി, ധൃതിയിൽ എവിടെയൊക്കെ പോവാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കാതെ കാല് കെട്ടുന്നൊക്കെ പതിവുള്ള കാര്യമാണ്. ഞാൻ പോവാം മമ്മി. ശ്രേയ കല്യാണക്കാരിയൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെന്താ അവൾക്ക് എന്നോട് ദേഷ്യം? ഇത്രയും ദിവസമായിട്ട് വിളിച്ചിട്ടുമില്ല, മെസ്സേജും അയച്ചിട്ടില്ല. എന്ത് പറ്റി അവക്ക്? താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. നീ എന്താ എന്റെ ഫോൺ എടുക്കാത്തെ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ തോന്നുന്നു. എനിക്ക് നിന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. നീ എന്നെ വിളിക്കണ്ട, മെസ്സേജും അയക്കണ്ട. ചേട്ടാ, നാളെ ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ? ലീവോ? എന്തിന്? അത് നാളെ ഒരാളെ കാണാൻ പോണം. ആരെ? ആളെ പരിചയപ്പെട്ട് കുറച്ചു നാളെ ആയുള്ളൂ. ആ കുറച്ചു നാളുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്സായി. ആൾക്ക് നമ്മുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. നാളെ കുട്ടനാട്ടേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോ നമുക്കൊന്ന് പോയി കാണണം. നമ്മളെന്തിനാ കാക്കോത്തി അങ്ങോട്ട് പോകുന്നേ? അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചൂടെ? നമ്മുടെ നാട്ടിൽ വരുന്നവരോട് നമ്മൾ റോഡിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അക്കുച്ചേട്ടാ, വീട്ടിലേക്ക് പിന്നെ വരാന്ന് പറഞ്ഞു. ഇപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ നീ മാത്രം പോയിട്ട് വാ. അയ്യോ, അത് പറ്റില്ല. അവള് വരുന്നതേ അക്കുച്ചേട്ടനെ കാണാനാ. എന്താന്ന്? അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. കല്യാണത്തിന് വരാൻ പറ്റാത്തോണ്ടല്ലേ നമ്മളെ കാണാൻ വരുന്നേ. അക്കുച്ചേട്ടനില്ലാതെ ഞാനെങ്ങനെ പോവാനാ? അക്കുച്ചേട്ടനെ പരിചയപ്പെടുത്തണ്ടേ? കല്യാണം എന്ന് പറഞ്ഞ് കുറെ ലീവ് എടുത്തു. ഇനി ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാ. പ്ലീസ് അക്കുച്ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു ദിവസം ലീവ് എടുത്തോടെ? ശരി, ലീവ് എടുക്കാം. അല്ല, ആരാ വരുന്നെന്ന് പറഞ്ഞില്ലല്ലോ. എങ്ങനെ പരിചയപ്പെട്ടു? എവിടെ വെച്ച്? പേരെന്താ? അക്കുച്ചേട്ടാ, അതൊരു സർപ്രൈസാ. നേരിൽ കാണാൻ പോവല്ലേ? ശരി, ഞാൻ വരാം. താങ്ക്സ് അക്കുച്ചേട്ടാ. കകുതി, നിന്റെ ഫ്രണ്ടിന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണ്ടേ? ഏയ്, അതൊന്നും വേണ്ട അക്കുച്ചേട്ടാ. ഇത്രയും ദൂരം വന്നിട്ട് കാണാൻ പോകുമ്പോ വെറും കൈയോടെ പോകുന്നത് ശരിയല്ലല്ലോ. വീട്ടിലേക്ക് വിളിച്ചു, വരുന്നില്ലെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഫ്രണ്ടിനെ കാണുമ്പോ അക്കുച്ചേട്ടൻ തന്നെ നേരിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു.
അക്കുച്ചേട്ടാ ഒരു മിനിറ്റ്. ഹലോ ശ്രേയ, എവിടേക്ക്? ഞാൻ ദേ ജങ്കാറില. അക്കരെ എത്തിയ ഒരു ഓട്ടോ പിടിച്ച് ഞാൻ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് വന്നോളാം. പിന്നെ ചാരു, ആകാശിനെ ഞാൻ വരുന്ന അറിയില്ലല്ലോ അല്ലേ? ഇല്ല ശ്രേയ, ഞാനൊരു സൂചന പോലും കൊടുത്തിട്ടില്ല. നമുക്ക് മുന്നിൽ 2 സർപ്രൈസ് അല്ലേ ഉള്ളത്. ഒന്ന് ശ്രേയയുടെ വക ആകാശിനും, 2 എന്റെ വക ശ്രേയയ്ക്കും. ചാരു, എന്നാൽ എന്നോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ. ചാരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ ആകെ എക്സൈറ്റഡാ. ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ ഇപ്പൊ തീരുമല്ലോ ശ്രേയ. എന്നാൽ ഓക്കെ, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി. അക്കുച്ചേട്ടാ പോവാം. വാ പോവാം. പിന്നെ ഒരു കാര്യം, എന്താ? പോകുമ്പോ എന്റെ വണ്ടിയിൽ പോവാം. അല്ല, എനിക്കല്ലേ വഴി അറിയൂ. അക്കുച്ചേട്ടന്റെ വണ്ടിയിൽ വന്നാ ഞാൻ വഴി പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? ശരി വാ. കാക്കുതി, നമ്മൾ ആരെയും കാണാൻ പോകുന്നു? എന്തിനീ സസ്പെൻസ്? സർപ്രൈസ് അല്ലെങ്കിലും സസ്പെൻസ് അല്ലേ അക്കുച്ചേട്ടാ? കാക്കുതി, നീ പറയുന്നുണ്ടോ ഇല്ലേ? ഇല്ല, പറയില്ല. നമ്മളിപ്പോ ദേ എത്താറായി. കാക്കുതി പ്ലീസ് ഒന്ന് പറ. അടങ്ങിയിരിക്ക അക്കുച്ചേട്ടാ, കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ. അക്കുച്ചേട്ടാ വണ്ടി ഒന്ന് പിടിക്കൂ. ആ ചാരു, ഞാനിവിടെ എത്തി. നിങ്ങൾ എവിടെ എത്തി? എത്താറായി, വന്നോണ്ടിരിക്കോ. ചാരു ഹസ്ബൻഡിന്റെ കൂടെ അല്ലേ വരുന്നത്? അതെ, ഹസ്ബൻഡിന്റെ കൂടെ തന്നെ വരുന്നത്. ശരി എന്നാ.